Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah. Allahumma salli wa sallim wa barik ala nabiyyina Muhammadin. പ്രിയമുള്ള കൂട്ടുകാരെ, സഹോദരിമാരെ, ചെറിയ കാലാവസ്ഥയൊക്കെ തണുത്തൊക്കെ തുടങ്ങിയപ്പോൾ പനിയൊക്കെ ആയിപ്പോയി. കുറച്ച് പ്രയാസമൊക്കെ വന്നുപോയി. ശബ്ദമൊക്കെ ക്ലിയറായി വരാൻ കുറച്ച് ടൈം എടുത്തു. ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ ക്ലാസ് പെൻഡിങ് ആവുന്നുള്ളത് കൊണ്ട് ക്ലാസ് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കണമല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്നുകൂടി പറയുകയാണ്. കുറച്ച് പേരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ദുആ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, കുറേ പേർക്കൊക്കെ അറിയുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് ഹിഫ്ളാക്കാത്തവർക്കാണെങ്കിൽ ഹിഫ്ളാക്കുകയും വേണം. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന പറയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്, വലിയ പ്രതിഫലമാണ്. കാരണം പാപമോചന പ്രാർത്ഥനകളുടെ പ്രധാനപ്പെട്ട മുഖ്യമായ പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. അതായത് വളരെ ദൃഢവിശ്വാസത്തോടെ പകലിൽ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വൈകുന്നേരമായാൽ മരണപ്പെടുകയും ചെയ്താൽ അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയായി തീരുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെയാണ് രാത്രിയിൽ ഒരാൾ പ്രാർത്ഥിക്കുകയും പുലരും മുമ്പേ തന്നെ അയാൾ മരണപ്പെടുകയും ചെയ്താൽ അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ അബൂഉ ബിദംബി فاغفر لي فإنه لا يغفر الذنوب إلا أنت. അപ്പോൾ നമുക്കിതിൻ്റെ മീനിങ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ പ്രാർത്ഥന പഠിക്കുന്ന സമയം നിങ്ങൾ മീനിങ് പറയണ്ട എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ മീനിങ് നിങ്ങൾ പഠിച്ച് കേൾപ്പിക്കേണ്ട എന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് കുറച്ച് പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നമ്മൾ പ്രാർത്ഥന പഠിക്കുന്ന സമയം മാത്രം അത് ഒഴിവാക്കിയിട്ട് ചൊല്ലുന്ന സമയം തീർച്ചയായിട്ടും അത് ഹൃദയത്തിലുണ്ടായിരിക്കണം. കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ഒരു മന്ത്രം ഉരുവിടുന്നത് പോലെ ചില വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് നമ്മൾ ചടങ്ങ് നിർവഹിക്കലാകരുത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു QMT ആപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്ന്. കാരണം ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് പ്രാർത്ഥനയായാലും അതിൻ്റെ മഹത്വവും അതുപോലെ അതിൻ്റെ റിപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാ അത് വായിച്ച് നോക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മീനിങ് മനസ്സിലാക്കിയിരിക്കണം, ഉരുവിടുന്ന സമയത്തും ഉണ്ടായിരിക്കണം. പിന്നെ ചൊല്ലി കേൾപ്പിക്കുന്ന സമയത്ത് മാത്രമേ ഞാനത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ പഠിക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ നാഥൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹ് ഇല്ല. ഖലഖതനി വഅന അബ്ദുക, എന്നെ സൃഷ്ടിച്ചത് നീയാണ്. വഅന അബ്ദുക, ഞാനാകട്ടെ നിൻ്റെ അടിമയും. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, എനിക്ക് കഴിയുന്നത്ര നിന്നോടുള്ള കരാറും വാഗ്ദാനവും അനുസരിച്ച്, അതായത് എൻ്റെ പരമാവധി ഞാൻ നിന്നോട് അനുസരണ ഉള്ളവനായി ജീവിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ തിന്മകളിൽ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, ഞാൻ നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു. വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി,
എൻ്റെ പാപങ്ങൾ നിന്നോട് ഞാൻ ഏറ്റുപറയുന്നു. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. എനിക്ക് നീ പുറത്തു തരണമേ, നീ അല്ലാതെ പൊറുക്കുന്നവനില്ല. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ചൊല്ലേണ്ട ദിക്റുകളാണ്, അദ്കാറുകളാണ്. അപ്പോൾ നമ്മളിത് ചൊല്ലുന്ന സമയം അല്ല ഇത് പഠിക്കുന്ന സമയം പ്രാക്ടിക്കലാക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കണം. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം നമുക്ക് അതായത് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ ടൈമിനിടയിലാണ് നമ്മളിത് ചൊല്ലേണ്ടത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർഡർ അനുസരിച്ച് ചൊല്ലുക. ഹിഫ്ളാക്കിയിട്ടുണ്ടെങ്കിൽ ഹിഫ്ളാക്കിയിട്ട് തന്നെ ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. സ്വന്തമായിട്ട് നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമ്മളൊരു ഗ്രൂപ്പിൽ ചേർന്നിട്ട് നമ്മളെ ടീച്ചേഴ്സോ നമ്മുടെ ലീഡേഴ്സോ പറയുന്നത് പോലെ ചെയ്യണം, അതവരുടെ റൂളാണ് എന്ന് വിചാരിച്ച് അവർക്കൊപ്പം നമ്മൾ പോവലല്ല, നമുക്ക് വേണ്ടിയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് മരണം വരെയും ഉപകരിക്കുന്ന ഏറ്റവും വലിയ ഒരു നിധിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്, ഈ ഒരു അറിവ് എന്നുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാൻ ഹിഫ്ളാക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم. السلام عليكم ورحمة الله وبركاته.